ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता शिविशाखान्वितं हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी क्षबानो सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त हरे कृष्ण 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 हरे 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 राम 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 हरे हरे नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी मूकं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं योऽन्तः प्रविश्य मम वाचम्बां प्रसूक्तां सञ्जीवयत्यखिलशक्तिधरसुधाम्नां अन्यां च हस्तचरणश्रवणत्वादीन् प्राणां नमो भगवते पुरुषाय तुभ्यं जयदं सुहृदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य प्राधाम्बुजो राधामदनमोहनो ममाधिदेवं करुणानिधानं तमालवर्णं सुहितावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपम् परमानंद पाठाय प्रेमवर्षीय क्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तु मे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः हरे कृष्ण हरि ओम तत्सत् സോ നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം മുതൽ കാണാം അല്ലെ? 3-ാമത്തെ ശ്ലോകമല്ലേ? അതെ പ്രഭു. ആജഹാരസ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ സാരദ്വതം ഗുരും കൃത്വാ ദേവയത്രാക്ഷി ഗോചര. ആജഹാരാശ്വമേധം സ്ത്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ സാരദ്വതം ഗുരും കൃത്വാ ദേവയത്രാക്ഷി ഗോചര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷണം. ഓം നമോ ഭഗവതേവായ. ആജഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്രാക്ഷി ഗോചര. വിവർത്തനം ഭാവാർത്ഥം വൈ ഹി ശ്രീ വെങ്കടേശ് സഭ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മാർഗനിർദ്ദേശം നൽകുന്ന തന്റെ ആത്മീയ ഗുരുവായ കൃപാചാര്യരെ തിരഞ്ഞെടുത്ത ശേഷം പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗാ നദീ തീരത്ത് 3 അശ്വമേധ യാഗങ്ങൾ നടത്തി. പങ്കെടുത്തവർക്ക് ധാരാളം പാരിതോഷികങ്ങൾ നൽകിയാണ് അവ നിർവഹിച്ചത്. മാത്രവുമല്ല, ഈ യാഗങ്ങളിൽ സാമാന്യ ജനത്തിനു പോലും ദേവന്മാരെ ദർശിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. Maharaja Parikshit, after having selected Kripacharya for guidance, has his spiritual master performed 3 whole sacrifices on the banks of the Ganges. These were executed with sufficient rewards for the attendants. And at these sacrifices, even the common men could see divinity. Parikshit Maharaja കൃപാചാര്യനെ തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചത്. ആരാണ് കൃപാചാര്യൻ? ഏത് പക്ഷത്തായിരുന്നു? പാണ്ഡുപക്ഷത്തോ അതോ കൗരവപക്ഷത്തോ? ആരുടെ?
കൗരവപക്ഷത്ത് പ്രഭു. ഓരോ പക്ഷത്ത്. രോഷി മാതാജി എന്താ പറഞ്ഞ? പാണ്ഡുപക്ഷത്താണ്. അല്ല, മാറിപ്പോയതാ പ്രഭു. അതായത് യുദ്ധം കഴിഞ്ഞ ശേഷം കൗരവരുടെ സൈഡിൽ നിന്ന് എത്ര പേരായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്? പാണ്ഡവരുടെ സൈഡിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? കൗരവരുടെ സൈഡ് പറയൂ, എത്ര പേരുണ്ട് യുദ്ധത്തിന് ശേഷം? എത്ര പേരായിരുന്നു ബാക്കി വന്നത്? ആരൊക്കെയാണ് കൗരവ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്, ജീവിച്ചിരുന്നത് യുദ്ധത്തിന് ശേഷം? ധൃതരാഷ്ട്ര, ഗാന്ധാരി. അവരെന്തിനും യുദ്ധത്തിന് പോയില്ലല്ലോ. യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഓക്കെ, ഒന്ന് കൃപാചാര്യര്, പിന്നെ വിദുരര്. അല്ല, വിതുര വിദുരര്. യുദ്ധത്തിനുണ്ടായിരുന്നല്ലോ. എന്തിനു വിളിച്ചപ്പെടുന്നത്? വിതുര യുദ്ധത്തിനുണ്ടായിരുന്നില്ല. അശ്വത്ഥമാവ്, യെസ്. പിന്നെ മൂന്നാമത്തത് ഒരാളും കൂടി ഉണ്ടല്ലോ. കൃതവർമ്മ. ആരായിരുന്നു കൃതവർമ്മ? കൃപാചാര്യര്, അശ്വത്ഥമാവ്, കൃതവർമ്മ. ആരായിരുന്നു കൃതവർമ്മ? നാരായണി സേനയുടെ ചീഫായിരുന്നു അല്ലെ? നാരായണി സേന ആരാണ് കൊടുത്തത്? ഭഗവാന്റെ സേന നാരായണി, അതിന്റെ ചീഫായിരുന്നു. ഓക്കെ, പാണ്ഡവന്മാരുടെ സൈഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പഞ്ചപാണ്ഡവന്മാര്, കൃഷ്ണൻ. ഓക്കെ, കൃഷ്ണൻ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. സല്യ, യുയുത്സ്, എന്താ അദ്ദേഹത്തിന് പേര്? കൗരവന്മാരുടെ സ്റ്റെപ്പ് ബ്രദർ ഡിഫക്ട് ചെയ്തില്ലേ പാണ്ഡവന്മാരുടെ സൈഡിലേക്ക് പോയി? എന്താ യുയുസനോ? യുയുസോ അല്ലേ? ഇവരൊക്കെ 8 പേരായിരുന്നു പാണ്ഡവന്മാരുടെ സൈഡിൽ, 3 പേരായിരുന്നു ഇവരുടെ സൈഡിൽ. അപ്പോൾ അതിന് കൃപാചാര്യൻ ദ്രോണാചാര്യൻ തമ്മിലുള്ള ബന്ധം എന്താണ്? കോ ബ്രദർ. തന്റെ സഹോദരയുടെ, ആരുടെ? ദ്രോണാചാര്യയുടെ ഭാര്യയുടെ, അതോ സഹോദരയുടെ ഭർത്താവോ? എന്തായാലും ആ ഒരു ബന്ധമാണ്. ഭാര്യയുടെ സഹോദരനാണോ? കൃപി അല്ലേ? കൃപി ആരാണ്? കൃപാചാര്യരുടെ അതെ, അത് ദ്രോണാചാര്യ ആരാണ്? വൈഫ്. അങ്ങനെ. അപ്പൊ കൃപാചാര്യ ആരാണ്? ഭാര്യയുടെ സഹോദരൻ അല്ലേ? അങ്ങനെയല്ലേ? അതെ. അതെന്തായാലും ഓക്കെ, എന്തായാലും അവര് കോ ബ്രദേഴ്സ് ആയിട്ട് വരും. സോ ഇവിടെ Maharaja Parikshit, after having selected Kripacharya for guidance of as his spiritual master, performed 3 horse sacrifices. 3 അശ്വമേധ യജ്ഞം ചെയ്തിട്ടുണ്ട്. യുധിഷ്ഠിര മഹാരാജാവും അശ്വമേധ യജ്ഞം ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവിന്റെ പിൻഗാമിയായിട്ടുള്ള പരീക്ഷ മഹാരാജും ചെയ്തു. ഓക്കെ, അശ്വമേധ യജ്ഞ എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ്? തൻ്റെ, അതായത് ചക്രവർത്തിയാണ് ആര്? പരീക്ഷ മഹാരാജ്. അതേപോലെ യുധിഷ്ഠിര മഹാരാജ്. അപ്പൊ ആ പൃഥ്വിയിലത്തെ, ഈ ഭൂമിയിലത്തെ എല്ലാ രാജ്യങ്ങളുടെയും രാജാക്കന്മാരെ ഇദ്ദേഹത്തിന് ചക്രവർത്തി പദവിയുള്ള അദ്ദേഹത്തിന് സമർപ്പണം ചെയ്യണം. അവർക്ക് യാതൊരു നീരസവും യാതൊരു എതിർപക്ഷം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഇദ്ദേഹത്തിന് സറണ്ടർ ചെയ്യണം. അപ്പൊ ഇദ്ദേഹത്തിന് ചക്രവർത്തി പദവി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് എഗ്രിമെന്റിലാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അശ്വമേധ യജ്ഞ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പിന്നാലെ വേറെയും കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ തൻ്റെ ഈ ചക്രവർത്തി പദവി എല്ലാവരും സ്വീകരിച്ചുവോ? എല്ലാവർക്കും വല്ല കംപ്ലൈന്റ് ഉണ്ട്, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്താണ്? അശ്വത്തിനെ അഴിച്ചുവിടും. അശ്വത്തിനെ ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ അവരായിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് തൻ്റെ ആ പദവിയെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ ഇതേപോലെ എങ്ങനെ യുധിഷ്ഠിര മഹാരാജ് ചെയ്തുവോ അതേപോലെ മഹാരാജ പരീക്ഷിത്തും. കാരണം
യുധിഷ്ഠിര ആണല്ലോ പരീക്ഷിത് മഹാരാജാവിനെ അദ്ദേഹത്തിന് ശേഷം ആ സ്ഥാനം കൊടുത്തത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവും ടെസ്റ്റ് ചെയ്യണം എല്ലാവരും എന്നെ ആ പദവിയിൽ സ്വീകരിക്കുന്നു ഇല്ലേ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആരുടെ ഗൈഡൻസിലാണ്? കൃപാചാര്യരുടെ ഗൈഡൻസിലാണ്. സോ ദിസ് വേർ എക്സിക്യൂട്ടഡ് വിത്ത് സഫീഷ്യന്റ് റിവാർഡ്സ്. അപ്പോൾ അശ്വമേധ യജ്ഞത്തിന് ശേഷം അത് അറ്റൻഡ് ചെയ്തിട്ടില്ല എല്ലാവർക്കും റിവാർഡ് ഉപഹാരങ്ങൾ കൊടുത്തു. ആൻഡ് അറ്റ് ദീസ് സാക്രിഫൈസസ് ഈവൻ ദ കോമൺ മാൻ കുഡ് സീ ഡെമിഗോഡ്സ്. അപ്പൊ ഈ സാക്രിഫൈസിൽ ഈവൻ ദേവതമാര് ഉപരി ലോകങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നു. അത് സാധാരണ ജനങ്ങൾക്കും കൂടിയും കാണാനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ ഉപരി ലോകത്തെ ഡെനിസൻസ്, അവിടുത്തെ ദേവതമാരെ അല്ലെങ്കിൽ നമ്മളെക്കാളും ഉയർന്ന പദവിയിലാണ്. അവരും മനുഷ്യജാതിയിലാണെങ്കിലും കൂടി നമുക്കറിയാം 400,000 സ്പീഷീസ് ഓഫ് ലൈഫ്സ് ഉണ്ട്. അതിൽ നമ്മളുടെ പോലുള്ള മനുഷ്യർ മാത്രമല്ല, കിന്നരന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, ദേവതമാരുണ്ട്. ഇവരെല്ലാം ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരും നമ്മളെ പോലുള്ള സ്ഥൂലമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല അവരുടെ ശരീരം. സട്ടിൽ ആസ് യു ഗോ ഹയർ, നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ആ ഒരു ഘടന, ശരീരഘടന സൂക്ഷ്മതലത്തിലായിരിക്കും, സട്ടിൽ ലെവൽ. അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവരെ കാണാൻ പറ്റില്ല. ഗന്ധർവന്മാരെയും കിന്നരന്മാരെയും ചാരണന്മാരെയും ദേവീദേവന്മാരെയും കാണാൻ പറ്റില്ല. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഈ പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു പയറ്റി കാരണം, ഭക്തി കാരണം, ഈവൻ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് ഈ ഡെമിഗോഡ്സിനെ, ദേവി ദേവതമാരൊക്കെ സാധാരണ ജനങ്ങൾക്കും കൂടി കാണാൻ പറ്റി എന്നാ പറയുന്നത്. അന്നത്തെ കാലത്ത് ഇന്റർപ്ലാനറ്ററി സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു. സട്ടിൽ ലെവലാണ് എല്ലാം. മന്ത്രങ്ങൾ കൊണ്ട്, അവരുടെ ധ്യാനശക്തി കൊണ്ട് അവർക്ക് മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇന്ന് നമ്മൾ അത് ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ സിസ്റ്റംസ് അല്ലെ. മെക്കാനിക്കൽ സിസ്റ്റംസ് കൊണ്ടാണ് നമ്മൾ അന്യഗ്രഹങ്ങളുടെ, ഇപ്പൊ ചന്ദ്രനിൽ പോകുന്നുണ്ട്, മാർസിൽ പോകുന്നുണ്ട്, അവിടെ പല ഗ്രഹങ്ങളിലും പോകുന്നുണ്ട് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും കൂടിയിട്ട് നമ്മളുടെ മന്ത്രശക്തി കൊണ്ടോ ധ്യാനശക്തി കൊണ്ടോ അല്ല പോകുന്നത്. അതെല്ലാം എന്താണ്? മെക്കാനിക്കൽ, ക്രോസ് ആയിട്ടുള്ള മെക്കാനിക്കൽ മീൻസ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് സൂട്ടും കാര്യങ്ങളൊക്കെ വേണം. കാരണം വെച്ചാൽ നമ്മളുടെ ശരീരം ആ ഒരു വാതാവരണം, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ഉതകുന്നതല്ല. അതുകൊണ്ട് അതിന് ഉതകുന്ന ഒരു സ്പേസ് സൂട്ടൊക്കെ ധരിച്ചിട്ട് വേണം പോകാൻ. സൂര്യഗ്രഹത്തിൽ നമുക്ക് പോകാൻ പറ്റുമോ? ഏത് സ്പേസ് സൂട്ട് ധരിച്ചാലും ശരി നമ്മൾ കരുതി ചാമ്പലാവും അല്ലേ. പക്ഷെ സൂര്യഗ്രഹത്തിനും ജീവജാലങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഭാഗവത്തിനും ഭഗവത്ഗീതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാത പറയുന്നുണ്ട്, അതായത് നമ്മളുടെ ശരീരം ഇപ്പൊ സ്ഥൂല ശരീരം ഭൂമി, രാപ്പോ, അനലോ, വായു, ഉഖം, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ അതിന് ഗ്രോസ് ആയിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റും. പക്ഷേ മുകളിൽ പോകുന്തോറും അത് സൂക്ഷ്മമായിട്ടുള്ള തലത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റാത്തത്. പക്ഷേ അന്നത്തെ കാലത്ത് എസ്പെഷ്യലി നല്ല നല്ല രാജ്യഭരണം, രാജഋഷികളാണ്, അതായത് രാജാക്കന്മാരിൽ ഋഷികളാണ്. അവരുടെ പൈറ്റി, അവരുടെ ഭക്തി കാരണം സാധാരണ ജനങ്ങൾക്കും കൂടിയും അവരിവിടെ ഈ യജ്ഞ സമയത്ത് വന്നപ്പോൾ, അതിൻ്റെ ഒബ്ലേഷൻസ് സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ കാണാൻ സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. So it appears from this verse that interplanetary travel by the denizens of higher planets is easy. അതായത് അന്നത്തെ കാലത്ത് ഇന്റർപ്ലാനറ്ററി ട്രാവൽ ഈസി ആയിരുന്നു. ഇന്നത്തെ കാലത്ത് നടക്കില്ല. എത്രയോ ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കിയാണ് കുറച്ച് ആൾക്കാർ, 4-5 ആൾക്കാരെ ഒരു ഷട്ടിലിൽ സ്പേസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത്ര എത്തിയിട്ടുള്ളൂ. പിന്നീട് അത് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് പോകാൻ പറ്റുമായിരിക്കാം, കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കാം ആധുനിക ശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ചിട്ട്. പക്ഷെ ആസ് ഓഫ് നൗ അത് സാധിക്കില്ല. അന്നത്തെ കാലത്ത് വെറും ധ്യാനം, മന്ത്രം, ഭഗവാന്റെ കൃപ, രാജഋഷികന്മാരുടെ കൃപ കൊണ്ട് അവർക്കത്, നമുക്കറിയാം ഭഗവാൻ കൃഷ്ണനും അർജുനനും കൂടിയിട്ട് വൈകുണ്ഠത്തിൽ പോയിട്ടുണ്ടായിരുന്നു മഹാവിഷ്ണുവിനെ കാണാൻ അല്ലേ. ബ്രഹ്മാവ്, ശിവൻ, മറ്റു ദേവതമാരെല്ലാം ക്ഷീരസായി വിഷ്ണുവിനെ കാണാൻ ശ്വേതദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെ അന്ന് സാധിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് നടക്കില്ല. ഇന്നത്തെ കാലത്ത് കാരണം ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ ഇതിനൊന്നും യാതൊരു സാധ്യതയില്ല. അന്നത്തെ കാലത്ത് സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻ മെനി സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഭാഗവതം വി ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ഡെമിഗോഡ്സ് ഫ്രം heaven used to visit this earth to attend sacrifices performed by influential kings and emperors. ഈവൺ ഇന്നത്തെ കാലത്തും ഡെമിഗോഡ്സ്, ദേവതമാരെ ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്നുണ്ട്. ഭഗവാന്റെ ഭഗവാനെ പറ്റിയിട്ടുള്ള ചർച്ച, ലീലകൾ എവിടെ ചർച്ച ചെയ്യുന്നുവോ അവിടെ ദേവതമാർ വരും. ശുദ്ധ ഭക്തന്മാരെ എവിടെ ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുന്നു അവിടെ. അതേപോലെ ചില ചില ക്ഷേത്രങ്ങളിൽ ദേവതമാർ വന്നിട്ട് പൂജ, ഉപാസന ചെയ്യുന്നുണ്ട്. ബദ്രിനാഥിലുണ്ട്, ശ്രീരംഗത്തുണ്ട്, അല്ലെ? അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പല ധാമിലും ഇപ്പോഴും ദേവി ദേവതന്മാർ വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ചില ചില ശുദ്ധ ഭക്തന്മാർക്ക് അവര് ദർശനം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ജഗന്നാഥ് പുരിയിലൊക്കെ വിഭീഷണൻ വന്നിട്ട് എത്രയോ ആൾക്കാർ വിഭീഷണനെ കണ്ടിട്ടുണ്ട്. ഒരു പാണ്ഡ, അതിന് പേര് ഓർമ്മയില്ല, അദ്ദേഹത്തിന് ഒരു പാരിതോഷികമായിട്ട് തൻ്റെ ആംലെറ്റ് കൊടുത്തതും ഒരു വലിയൊരു സൈക്കിളിന്റെ ചക്രത്തിന്റെ വലുപ്പമാണ്. അത് കാണിച്ച വിഭീഷണൻ അന്ന് വളരെ ഉയരമുള്ള, ഇന്നത്തെ കാലത്തെ ആൾക്കാരെ പോലെയല്ല, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ കൈയും ബാഹുക്കളൊക്കെ ഭയങ്കര വലുതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആംലെറ്റ് ആയിരുന്നു അത് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും അവിടെ പുരിയിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നില്ല. അത് ആരുടെ, അതായത് ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെ സാക്രിഫൈസ് യജ്ഞങ്ങൾ നടക്കുന്നു അവിടെ ദേവതമാർ വരും. അന്ന് ദേവതമാർ വരുമ്പോൾ അവരെ കാണാനുള്ള ഭാഗ്യവും അനുഗ്രഹം അവർക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അത് വന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. അതിനുള്ള ആ ചക്ഷു നമുക്കില്ല. Herein also we find that during the time of the whole sacrifice ceremony of Maharaja Parikshit, the demigods from other planets were visible even to the common man during the sacrificial ceremony. The demigods are not generally visible to common men as the Lord is not visible. But as the Lord, by his causeless mercy, descends to be visible to the common man, similarly the demigods also become visible to the common man by their own grace. അപ്പൊ അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവരെല്ലാം കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോ ഈവൻ വിരാട് രൂപം അർജുനന് കാണാനുള്ള കഴിവ് കിട്ടിയതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. സഞ്ജയന് കാണാനുള്ള അനുഗ്രഹം കിട്ടിയതാണ് ആരുടെ അനുഗ്രഹം കാരണമാണ്? വ്യാസദേവന്റെ. അപ്പൊ സാധിക്കും. അതിനുള്ള മേഴ്സി ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരോ നമുക്ക് തരാണെങ്കിൽ അതും നമുക്ക് സാധിക്കും എന്നാണ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോസ്റ്റ്ലെസ് മേഴ്സി ഡിസെൻഡ്സ് to be visible to the common man. Similarly, the demigods also become visible to the common man by their own grace. So although celestial beings are not visible to the naked eyes of the inhabitants of the earth, it was due to the influence of Maharaja Parikshit that the demigods also agree to be visible. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ ആ പയറ്റി, ആ ഒരു ഭക്തി കാരണം, അദ്ദേഹത്തിന്റെ ആ ഒരു മേഴ്സി കാരണമാണ് സാധാരണ ജനങ്ങൾക്ക് ദേവതമാരെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായത് സാക്രിഫൈസ് യജ്ഞ സമയത്ത്. So the kings used to spend lavishly during such sacrifices as a cloud distribute rains. ക്ലൗഡ്സ് ഉണ്ടാവുന്നത് സമുദ്രം ഇവാപറേറ്റ് ചെയ്തിട്ട് ക്ലൗഡ്സ് രൂപീകരിക്കുന്നു, അല്ലെ? അങ്ങനെയാണ് അവിടെ തന്നെ തിരിച്ച് മഴവെള്ളമായിട്ട് നമുക്ക് വരുന്നത്. അതേപോലെ രാജാക്കന്മാരെ ടാക്സ് ആയിട്ട് പ്രജകളിൽ നിന്ന് മേടിക്കുന്നു. ആ കിട്ടിയ പൈസ വീണ്ടും പ്രജകൾക്ക് തിരിച്ചു കൊടുക്കുന്നു ദാനമായിട്ട്. അതുകൊണ്ട് പറയുന്നത് the kings used to spend lavishly during such sacrifices as a cloud distributes rains. A cloud is nothing but another form of water, or in other words, the waters of the earth transforms into clouds. Similarly, the charity made by the kings in such sacrifices was but another form of the taxes collected from citizens. അപ്പോൾ രാജാക്കന്മാര് ഉദാരമായിട്ട് ദാനം ചെയ്തിരുന്നു. അത് എവിടുന്നാണ് കിട്ടുന്നത്? ഇതെല്ലാം ടാക്സിന്റെ രൂപത്തിൽ സാധാരണ ജനങ്ങളുടെ പൗരന്മാരിൽ കളക്ട് ചെയ്താണ്. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെലവാക്കാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ടാക്സ് കളക്ട് ചെയ്താലും ഇന്നത്തെ മിനിസ്റ്റേഴ്സോ ഇന്നത്തെ ഭരണാധികാരികളെ അവരുടെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നു, തിരിച്ച് സിറ്റിസൺസിന് കൊടുക്കുന്നില്ല. വളരെ വളരെ കൂടുതൽ അവരുടെ പോക്കറ്റ് നിറയ്ക്കാനും അവരുടെ
സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ അന്നത്തെ രാജാക്കന്മാർ അങ്ങനെ ആയിരുന്നില്ല. എല്ലാം തിരിച്ച് തൻ്റെ സിറ്റിസൻസിന്, പ്രജകൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ചെലവാക്കും. But as the rain falls down very lavishly and appear to be more than necessary, the charity made by such kings also seems to be more than what the citizen needs. മഴ ആവശ്യത്തിലധികം പെയ്യാറുണ്ട് അല്ലെ, നമുക്ക് എത്ര ആവശ്യം അതിൽ എത്രയോ കൂടുതൽ പെയ്യാറുണ്ട്. അതേപോലെ തന്നെ രാജാക്കന്മാർ കൊടുക്കുന്ന ആ ദാനങ്ങളും പ്രജകൾക്ക് എത്ര ആവശ്യം അതിനും എത്രയോ കൂടുതൽ രാജാക്കന്മാർ കൊടുക്കാറുണ്ട്. Satisfied citizens will never organize agitation against the king, and thus there was no need in changing the monarchical state. അപ്പോൾ പ്രജകളെല്ലാം തൃപ്തരായിരുന്നു, സന്തുഷ്ടരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇന്നത്തെ കാലത്തെ പോലെ സ്ട്രൈക്കോ ഹർത്താലോ ബന്ധോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അപ്രീതിയില്ല. തൻ്റെ രാജാവ് പ്രജകളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരാൻ പ്രാപ്തി ഉണ്ടായിരുന്നു. കാരണം അന്ന് രാജാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രതിനിധിയാണ്. ഓക്കെ, ഇന്നത്തെ ഭരണാധികാരി തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രതിനിധിയാണ് അല്ലേ, ആ വ്യത്യാസമാണ്. അന്ന് ഭഗവാന്റെ പ്രതിനിധിയാണ്. എല്ലാവരെയും ഭഗവാന്റെ മക്കളായിട്ട് രാജാവ് കാണുന്നു. അപ്പൊ അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് വേണ്ടുന്ന വിധത്തിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ടായിരുന്നു. അത് അവരുടെ കടമയായിട്ട് അവർ കണ്ടിരുന്നു. അവരത് പ്രകാരം ചെയ്യുമായിരുന്നു. കാരണം ഭക്തന്മാരാണ്. ഇന്നത്തെ രാജകുമാരെ തൻ്റെ ഇന്ദ്രിയഭോഗം മാത്രമാണ് ആലോചിക്കുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിക്കുന്നല്ലാണ്ട് കൂടുതലും 99% എല്ലാവരും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് കിട്ടുന്ന ടാക്സും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അതായത് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു രാജാവിൻ്റെ എതിരായിട്ട് ആരും പ്രവർത്തിക്കില്ല, ആ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. അപ്പൊ അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. വിൽ നെവർ ഓർഗനൈസ് എജിറ്റേഷൻ എഗൻസ്റ്റ് ദ കിങ്. എജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക്, ഹർത്താൽ എന്ന് പറയുന്നില്ലേ, അതായത് അവർക്ക് എതിരായിട്ട്. രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ശരിക്കും രാജ്യം ഭരിക്കുന്നില്ലെങ്കിൽ ആൾക്കാർ അവരുടെ വിരോധമായിട്ട് അവരെ Okay, so even for a king like Maharaja Parikshit, there was need of a spiritual master for guidance. Without such guidance, one cannot make progress in spiritual life. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ മനസ്സിലാക്കേണ്ട ഒരു പാഠം, മഹാരാജ പരീക്ഷിതും കൂടിയിട്ട് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, രാജഋഷി തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിനും കൂടി ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്, ഒരു സ്പിരിച്വൽ മാസ്റ്റർ, ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിന്റെ ഗൈഡൻസ് ഇല്ലാണ്ട് ഒരാൾക്കും സ്പിരിച്വൽ ലൈഫില്, ആധ്യാത്മിക ജീവിതത്തിലെ നമുക്ക് പ്രോഗ്രസ് കൈവരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് ടു സ്പീക്ക് ഓഫ് പീപ്പിൾ ലൈക്ക് അസ്, നമ്മൾ സാധാരണ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്കും ഒരു സ്പിരിച്വൽ മാസ്റ്റർ നമ്മളുടെ ആധ്യാത്മിക പുരോഗമനത്തിന് വേണ്ടിയിട്ട് വേണം. നമ്മളൊരു മെറ്റീരിയൽ എഡ്യൂക്കേഷന് സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ ടീച്ചർ വേണം അല്ലേ. ഇഷ്ടംപോലെ ലൈബ്രറിയിൽ പുസ്തകം അവൈലബിൾ ആണ്. ആ പുസ്തകം പഠിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന അറിവ് നേടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു നല്ലൊരു ടീച്ചറുടെ അടിയിൽ നമുക്ക് ആ ശിക്ഷണം കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള മാസ്റ്റേഴ്സിന്റെ അടിയിൽ, അവരുടെ മെന്റർഷിപ്പിൽ, അവരുടെ ഗൈഡൻസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈവൻ മെറ്റീരിയൽ വേൾഡും നമുക്ക് ടീച്ചർ ആവശ്യമുണ്ട്, ഒരു ഗുരുവിന് ആവശ്യമുണ്ട്. സോ വാട്ട് ടു സ്പീക്ക് ഓഫ് സ്പിരിച്വൽ ലൈഫ്, വിച്ച് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. സ്പിരിച്വൽ ലൈഫിനെ അതിൻ്റെ കോംപ്ലിക്കേഷൻ മെറ്റീരിയൽ ലൈഫിനില്ല. കാരണം പല സിദ്ധാന്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത്. ഒരു സിദ്ധാന്തമല്ല, വിവിധമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, അത് ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രഭുപാദ എപ്പോഴും പറയുമ്പോൾ ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറയും. ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട്, ഓക്കെ, അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷൻ, ആ സമ്പ്രദായത്തിൽ വരുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്യുന്ന, അവര് മിസ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യില്ല, ഡയലൂട്ട് ചെയ്യില്ല, ഓക്കെ, സ്പെക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പരമ്പരാഗതമായി വരുന്ന ഗുരു ശിഷ്യ പരമ്പര, ഏത് സമ്പ്രദായത്തിൽ വരുന്ന ഒരു സമ്പ്രദായത്തിലെ ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആയിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അല്ലാണ്ട്
സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള ഗുരു അത് അബദ്ധമാണ്. എനിക്കൊരു ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടാകും. അതാണ് പരമ്പര എന്ന് പറയുന്നത്, ചെയിൻ. അപ്പൊ അങ്ങനെ അൾട്ടിമേറ്റ്ലി അതെവിടെ അവസാനിക്കണം? കൃഷ്ണന്റെ. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായത്തിലായിരിക്കണം നമ്മൾ. അപ്പോൾ ആ ഒരു 4 സമ്പ്രദായങ്ങളാണ് നമുക്ക് അറിയാവുന്നത്: ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം, ബ്രഹ്മ, മധവ, ഗൗഡി സമ്പ്രദായം. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബ്രഹ്മ, മധവ, ഗൗഡി സമ്പ്രദായത്തിലാണ്. അപ്പോൾ ബ്രഹ്മാവിന് കിട്ടിയിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ആ ബ്രഹ്മാവ് തൻ്റെ ശിഷ്യനായിട്ടുള്ള നാരദ മഹർഷിക്ക്, മകനും ശിഷ്യനായിട്ടുള്ള നാരദ മഹർഷിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷി വ്യാസദേവൻ, സുഖദേവ് ഗോസ്വാമി, അങ്ങനെ സുത ഗോസ്വാമി, അങ്ങനെ ആ പരമ്പരയിലൂടെ നമുക്ക് ഇത് കിട്ടുന്നു. അത് മാത്രമല്ല, ആ പരമ്പരയിൽ പിന്നീട് വളരെ റീസെന്റ് പ്രൊമിനന്റ് ആചാര്യ മധ്വാചാര്യ, അതിലും റീസെന്റ് ആയിട്ടുള്ളത് ചൈതന്യ മഹാപ്രഭു. അങ്ങനെ നമുക്ക് ബ്രഹ്മ, മാധവ, ഗൗഡീയ സമ്പ്രദായത്തിലൂടെ ഈ അറിവെല്ലാം, ഈ സിദ്ധാന്തങ്ങളെല്ലാം കിട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോണഫൈഡ് ഡിസിപ്ലിൻ സക്സഷനിലായിരിക്കണം നമ്മൾ കണക്ഷൻ ആവേണ്ടത്. അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രൊക്ലെയിം ഗുരുവാണ്, അവരൊന്നും ആ ശാസ്ത്രത്തിന്റെ ആധാരപ്രകാരം അവരൊന്നും ജീവിക്കുന്നില്ല, അവരൊന്നും പഠിപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഗുരുവിനെ കിട്ടിയാൽ നമ്മളുടെ കഷ്ടകാലം. അപ്പൊ നമ്മളെല്ലാം ഭാഗ്യമുള്ളവരാണ്. നമുക്ക് അങ്ങനെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു സമ്പ്രദായത്തില് ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടിയെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചിട്ട് പ്രവാദം എടുത്ത് പറയുന്നത്, ഈവൻ ഫോർ എ കിങ് ലൈക്ക് മഹാരാജ പരീക്ഷിത് there was need of a spiritual master for guidance. അപ്പൊ അതിന് നല്ലൊരു ഉദാഹരണമാണ് പരീക്ഷിത് മഹാരാജ്. മാത്രമല്ല, ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭഗവാനാണ്, എന്നിട്ട് കൂടിയിട്ട് ഒരു സ്പിരിച്വൽ മാസ്റ്റർ അദ്ദേഹത്തിനുണ്ട് തന്നെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യമുണ്ടോ? ഇല്ല. കാരണം സ്വയം ഭഗവാൻ എല്ലാം അറിയാം, അന്തർയാമിയാണ്, അല്ലെ? ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. ഹീസ് പരം ബ്രഹ്മ, പരം ധാമ, പവിത്രം പരമം ഭവാൻ, പുരുഷം ശാശ്വതം ദിവ്യം, ആദിദേവം അജം വിഭു എന്നാണ് അർജുനൻ ഭഗവാനെ പുകഴ്ത്തുന്നത്, പ്രശംസിക്കുന്നത്. അങ്ങനത്തെ ഒരു ഭഗവാന് എന്തിനാണ് സ്പിരിച്വൽ മാസ്റ്റർ? അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും കൂടി നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാക്കി അദ്ദേഹം ഒരു സ്പിരിച്വൽ മാസ്റ്ററിനെ സ്വീകരിക്കുന്നു, സാന്ദീപനും, അല്ലെ? അതേപോലെ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്, അല്ലെ? അദ്ദേഹം ഒരു സ്പിരിച്വൽ മാസ്റ്റർ, ഈശ്വരപുരി. രാമചന്ദ്ര ഭഗവാൻ, അദ്ദേഹം സ്പിരിച്വൽ മാസ്റ്ററെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതെന്ന് നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ, ഇത്രയും ഈശ്വരൻ സ്വയം സ്പിരിച്വൽ മാസ്റ്ററെ സ്വീകരിക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് സ്പിരിച്വൽ മാസ്റ്റർ വേണ്ടേ? അത് വലിയൊരു ചോദ്യചിഹ്നം. അതാണ് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈവൻ ഫോർ എ കിങ് ലൈക്ക് മഹാരാജ പരീക്ഷിത് there was a need of a spiritual master for guidance. അപ്പൊ അതുകൊണ്ട് നമുക്കും തീർച്ചയായിട്ടും ആ ഒരു ഗുരുവിന്റെ ഒരു അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മളും ആ സമ്പ്രദായത്തില് ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററുടെ ഒരു ശിഷ്യനായിട്ട് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ടെക്സ്റ്റ് 4, നിജഗ്രാഹൗജസാ വീര കലിം ദിഗ്വിജയേ ക്വചേത് നൃപാലിംഗാധരം ശൂദ്രം ഘ്നന്തം ഗോമിഥുനം പദാം. നിജഗ്രഹൗജസാ വീര കലിം ദിഗ്വിജയേ ക്വചേത് നൃപാലിംഗാധരം ശൂദ്രം ഗണന്തം ഗോമിഥുനം പദാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വസുദേവായ. നിജഗ്രാഹൗജസാ വീര കലിം ദിഗ്വിജയേ കുചേത് നൃപലിംഗധരം ശൂദ്രം ഘ്നന്തം ഗോമിഥുനം പദാ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരിക്കൽ പരീക്ഷിത്ത് മഹാരാജാവ് ദിഗ്വിജയത്തിനായി പോകുമ്പോൾ ശൂദ്രനേക്കാളും താഴ്ന്നവനായ കലിപുരുഷൻ ഒരു രാജാവിനെ പോലെ കപടവേഷം ധരിച്ച് ഒരു കാളയുടെയും പശുവിന്റെയും കാലിൽ ക്ഷതമേൽപ്പിച്ച് ദ്രോഹിക്കുന്നത് കാണാനിടയായി. ഉടൻ തന്നെ അദ്ദേഹം ഉചിതമായ ശിക്ഷ നൽകാനായി അവനെ പിടിച്ചടക്കി. ഹരേ കൃഷ്ണ. Very good. Once when Maharaja Parikshit was on his way to conquer the world, he saw the master of Kali Yuga, who was lower than a Shudra, disguised as a king and hurting the legs of a cow and bull.
The king at once caught hold of him to deal sufficient punishment. അപ്പോൾ മഹാരാജ പരീക്ഷിത്ത് ആദ്യമായിട്ട് കലിപുരുഷനെ കാണുക, കലിപുരുഷനെ എൻകൗണ്ടർ ചെയ്യാണ്. എന്തിനാണ്? വൺസ് മഹാരാജ പരീക്ഷിത് വാസ് ഓൺ ഹിസ് വേ ടു കോൺകർ ദ വേൾഡ്. ആൾറെഡി അദ്ദേഹം ചക്രവർത്തിയാണ് ആ പദവിയിൽ. പക്ഷെ എങ്കിലും കൂടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഉപരാജാക്കന്മാരും അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നില്ലേ, അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അശ്വമേധ യജ്ഞം ചെയ്യുന്നതും. എല്ലാ രാജാക്കന്മാരും എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത് ഇതെല്ലാം ചെക്ക് ചെയ്യണം. ആ സമയത്ത് അങ്ങനെ ഭ്രമണം, ഈ പൃഥ്വിയിൽ ഭ്രമണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്താണ്, ഹി സോ ദ മാസ്റ്റർ ഓഫ് കലിയുഗ. ആരാണ് മാസ്റ്റർ ഓഫ് കലിയുഗ? കലിപുരുഷൻ അല്ലേ, പേഴ്സണാലിറ്റി ഓഫ് കലി, ഹു വാസ് ലോവർ ദാൻ ദ ശൂദ്ര. ശൂദ്രനെക്കാട്ടിലും താഴ്ന്ന ലെവലിലുള്ളവരാണ്. പക്ഷേ വേഷത്തിലോ, വേഷഭൂഷാദികള് ഒരു രാജാവിന്റെ. ഡിസ്ഗൈസ് ആസ് എ കിങ് ആൻഡ് ഹേർട്ടിങ് ദ ലെഗ്സ് ഓഫ് എ കൗ ആൻഡ് വുഡ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? പശുവിനെയും കാളയെയും രണ്ടിനെയും ഉപദ്രവിക്കുകയായിരുന്നു. ദ കിങ് അറ്റ് വൺസ് കോട്ട് ഹോൾഡ് ഓഫ് ഹിം ടു ഡീൽ സഫീഷ്യന്റ് പണിഷ്മെന്റ്. അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉടനെ പിടിച്ചു. ആര്? പരീക്ഷിത് മഹാരാജാവ് ഈ ശൂദ്രനായിട്ട്, അതായത് ഉള്ള രാജാവായിട്ട് അഭിനയിക്കുന്ന ആ ശൂദ്രനെ പിടിച്ചു. കാരണം അദ്ദേഹം പശുവിനെ ഉപദ്രവിക്കുകയായിരുന്നു, അതിന്റെ കാലിനെ അടിച്ചിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പൊ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് എൻകൗണ്ടർ ആണ് പരീക്ഷിത് മഹാരാജാവ് കലിപുരുഷനായിട്ട്. The purpose of a king's going out to conquer the world is not for self-aggrandizement. Maharaja Parikshit went to conquer the world after his ascendance to the throne, but this was not for the purpose of aggression on other states. അപ്പൊ എന്നാ പ്രവാദ പർപ്പോട്ട് പറയുന്നത്, മഹാരാജ പരീക്ഷത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഭ്രമണം ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയത് എന്തിനു വേണ്ടിയിട്ട? സ്വന്തം പ്രശംസയ്ക്കോ അല്ലെങ്കിൽ തന്നെ ഞാനാണ് ചക്രവർത്തി പദവിയിലിരിക്കുന്ന ആള്, ഞാനാണ് മഹത്വമുള്ള ആള്, അത് കാണിക്കാനല്ല. റേദർ എന്തിനാണ്? വെൻ ടു കോൺകർ ദ വേൾഡ് ആഫ്റ്റർ ഹിസ് അസെൻഡന്റ്. ആ സ്ഥാനാരോഹണം ചെയ്ത ശേഷം തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ, സ്വീകരിക്കുന്നില്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതും അതിനുപരി എല്ലാ രാജാക്കന്മാരും തൻ്റെ ഈ ചക്രവർത്തി പദവി സ്വീകരിക്കുന്നുണ്ടോ, അവരെങ്ങനെ ഭരിക്കുന്നു, അവരുടെ രാജ്യത്തില് എല്ലാവർക്കും സുഖമല്ലേ, എല്ലാവർക്കും വേണ്ടുന്ന ഭക്ഷണം, അവരുടെ ആരോഗ്യം, അവരുടെ ബാക്കിയുള്ള ജീവിത കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുന്നില്ലേ എന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ദിസ് വാസ് നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രഷൻ. മറ്റുള്ളവരെ തൻ്റെ അധീനത്തിൽ കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പേരും പ്രശസ്തിയും വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹം ഈ ഭ്രമണം ചെയ്ത ഈ പൃഥ്വിയിൽ. He was the emperor of the world and all small states were already under his regime. Emperor, ചക്രവർത്തിയാണ്. His purpose in going out was to see how things were going on in terms of godly state. എങ്ങനെയാണ് അവരുടെ രാജഭരണം, ഓരോ രാജാക്കന്മാരും എങ്ങനെയാണ് തൻ്റെ പ്രജകളെ സേവിച്ചിരുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നില്ലേ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവരെ ആധ്യാത്മിക പാതയിൽ നയിക്കുന്നുണ്ടായിരുന്നില്ലേ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പോയിരുന്നത്. The king, being the representative of the Lord, has to execute the will of the Lord duly. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രതിനിധിയാണ്. അപ്പൊ ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ അത് രാജാവിന്റെ കടമയാണ്, കർത്തവ്യമാണ്. There is no question of self-aggrandizement. Okay? അത് സ്വന്തം പുകഴ്ത്തുക, സ്വന്തം പ്രശംസിക്കുക, സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇതല്ല ഉദ്ദേശം. നേരെ മറിച്ച് പ്രജകളെ സേവനം ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. അവരുടെ ആ ഒരു കൺവീനിയൻസ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഹാപ്പിനെസ്. ചില രാജ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഹാപ്പിനെസ് മിനിസ്റ്റർ. ഹാപ്പിനെസ് മിനിസ്റ്റർ പറഞ്ഞാൽ അതായത് സിറ്റിസൺസിന് സന്തോഷമില്ല, എല്ലാം സന്തോഷമില്ലേ, അവർക്ക് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നില്ലേ, ആ രാജ്യത്തെ ആ സ്ഥലത്തെ മിനിസ്റ്റേഴ്സും അതിന് വേണ്ടുന്ന അതോറിറ്റീസും ചെയ്യുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹാപ്പിനെസ് മിനിസ്റ്റർ. അതുപോലെ ഇവിടെ മഹാരാജ പരീക്ഷിത്തും എല്ലാ സ്ഥലത്തും പോകുന്നു. അത് ചെറിയ സ്റ്റേറ്റിലുള്ള രാജാക്കന്മാർ നന്നായി ഭരിക്കുന്നില്ലേ, അവിടുത്തെ പ്രജകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ, അവർ ആധ്യാത്മിക തലത്തിലേക്ക് ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നില്ലേ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പോയിരുന്നത്.
Thus, as soon as Maharaja Parikshit saw that a lower class man in the dress of a king was hurting the legs of a cow and a bull, at once he arrested and punished him. അപ്പോൾ ആ ഭ്രമണ സമയത്ത് അദ്ദേഹം ഒരു ശൂദ്രനും താഴെയുള്ള ഒരു ആള്, അദ്ദേഹം രാജാവിന്റെ വേഷത്തിലാണ്. അദ്ദേഹം എന്താണ് കാണുന്നത്? അതായത് പരീക്ഷ മഹാരാജാവ് ഈ ശൂദ്രനും താഴെയുള്ള രാജാവിന്റെ വേഷത്തിലുള്ള അദ്ദേഹം പശുവിനെയും കാളയെയും ഉപദ്രവിക്കുകയാണ്, കാല് തല്ലി ഒടിക്കുകയാണ്. ഉടനെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു പണിഷ് ചെയ്യാണ്. The king cannot tolerate insults to the most important animal, the cow, nor can he tolerate disrespect for the most important man, the Brahman. നമുക്കറിയുന്ന പോലെ നമോ ബ്രാഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗതിതായ കൃഷ്ണായ ഗോവിന്ദായ നമ. അപ്പോൾ ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഒന്ന് ഗോ, പശു, പിന്നെ ബ്രാഹ്മണൻ. കാരണം പശുവാണ് നമുക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷൻ തരുന്നത്. പാലിന്റെ ഉൽപ്പന്നങ്ങൾ, അത് തൈരായിക്കോട്ടെ, വെണ്ണ ആയിക്കോട്ടെ, നെയ്യ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് പാൽ നമുക്ക് കിട്ടും. ഇതെല്ലാം നമ്മളുടെ ഹെൽത്തിന്, നമ്മളുടെ ഒരു നല്ല ഒരു ഗുഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, എസ്പെഷ്യലി പ്രബോധ പറയുന്ന പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ മെമ്മറി, ബ്രെയിനുള്ള ആ മെംബ്രെയിൻസും ആ മെമ്മറിയൊക്കെ വളരെ നന്നായിട്ട് പുഷ്ടിപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പശു ഒരു നമ്മുടെ വേറൊരു അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. 7 അമ്മമാരിലെ പശു ഒരു അമ്മയാണ്. അതേപോലെ ബ്രാഹ്മണന്മാർ. എന്തുകൊണ്ട് ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആരും അല്ല, അല്ലെങ്കിലും കൂടിയിട്ട് ബ്രാഹ്മണത്വം സ്വീകരിച്ച ആൾക്കാരുമാണ്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് ബ്രാഹ്മണം ആ ക്വാളിറ്റിയുള്ള ആൾക്കാർ വളരെ നന്നായി, അവർക്ക് അതിനുള്ള കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് ബ്രാഹ്മണന്മാരല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ ബ്രാഹ്മണന്മാരല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണ കർമ്മ വിഭാഗശ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ 4 വർണ്ണങ്ങളും വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജന്മം എടുത്തുകൊണ്ട് മാത്രം ബ്രാഹ്മണന്റെ ക്വാളിറ്റി ഉണ്ടായിക്കണമെന്നില്ല. എപ്പോഴും പറയുന്ന പോലെ ഒരു ഡോക്ടറുടെ മകൻ ഒരു ഡോക്ടർ ആവണം നിർബന്ധമില്ല. പക്ഷെ ആ മകന് അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് ഈസി ആയിട്ട് ഡോക്ടർ ആവാൻ പറ്റും. കാരണം വെച്ചാൽ അച്ഛന്റെ ആ ശിക്ഷണത്തിൽ, ആ ഗൈഡൻസിൽ മകന്, അതേപോലെ തന്നെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ ആ മെമ്പറിന് ഈസി ആയിട്ട് ഒരു ബ്രാഹ്മണന്റെ ക്വാളിറ്റി ഇംബൈബ് ചെയ്യാനുള്ള എല്ലാ അവസരവും കിട്ടും. അത് പക്ഷെ ആ ബ്രാഹ്മണന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ജനനം കൊണ്ട് മാത്രം ബ്രാഹ്മണനാവുന്നില്ല. അപ്പോൾ ആ ബ്രാഹ്മണൻ സത്വഗുണത്തിലാണ്. സത്വഗുണത്തിൽ ജീവിക്കുന്ന ആ ബ്രാഹ്മണന് മറ്റുള്ള വർണ്ണത്തിലുള്ള ആൾക്കാരെ ഉപദേശിക്കാനുള്ള ബുദ്ധിയും പ്രാപ്തിയുമുണ്ട്. അപ്പൊ ഈവൻ ഭരണം നടത്തുന്ന ക്ഷത്രിയന്മാരായാലും കൂടിയിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി ക്ലാസ് ആണ്, ബ്രാഹ്മണന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഈ 2 കാറ്റഗറി, ഒന്ന് പശു, ഒന്ന് ബ്രാഹ്മണന്മാർ, അവർക്ക് വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത് ജാതി അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബ്രാഹ്മണന്മാർ വലുത്, ക്ഷത്രിയന്മാരോ അല്ലെങ്കിൽ വൈശ്യരോ ശൂദ്രരോ ഏറ്റവും അല്ല. ഇതെല്ലാം അവനവന്റെ ആ കോൺഷ്യസ്നെസ് ലെവല് ഇതൊക്കെ അനുസരിച്ചിരിക്കും. അവരെല്ലാം സാത്വികന്മാരാണ്, സത്വഗുണത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് 2 പേർക്കും അവർക്ക് സൊസൈറ്റിയെ വേണ്ട വിധത്തിൽ നയിക്കാനുള്ള ബുദ്ധിയും യുക്തിയും അവർക്കുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ദ കിങ് കനോട്ട് ടോളറേറ്റ് ഇൻസൾട്ട്സ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനിമൽ. ഇവിടെ അങ്ങനെയുള്ള പശുവിനെയാണ് ആ ശൂദ്രനായിട്ടുള്ള രാജാവിന്റെ വേഷം ധരിച്ചിട്ടുള്ള ആ കലിപുരുഷൻ അവിടെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യില്ല. The cow nor can he tolerate disrespect for the most important man, the Brahmana. Human civilization means to advance the cause of Brahmanical culture and to maintain it. Cow protection is essential. അപ്പോൾ ബ്രാഹ്മണിക്കൽ കൾച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കൗ പ്രൊട്ടക്ഷൻ വേണം. കാരണം പശുവാണ് നമുക്ക് പാല് തരുന്നത്. ആ പാല് അത്യാവശ്യമാണ് നമുക്ക് സത്വഗുണത്തിൽ ജീവിക്കണമെന്നെങ്കിൽ. സത്വഗുണത്തിൽ ജീവിക്കണമെങ്കിൽ പശുവിന്റെ പാലിന് വേണം. മറ്റുള്ള പാല് ഇപ്പോൾ മറ്റുള്ള മൃഗങ്ങളും പാല് തരുന്നുണ്ട്, അതൊന്നും സത്വഗുണത്തിലല്ല. അപ്പോൾ നമ്മളുടെ
പാഷൻ, അതായത് രജോ ഗുണത്തിലുള്ള കാര്യങ്ങളായും കൂടുതൽ മറ്റുള്ള മൃഗങ്ങളുടെ പാൽ കുടിക്കുമ്പോൾ. പശുവിന്റെ പാൽ കുടിക്കുമ്പോൾ നമ്മളുടെ സത്ത് ഗുണത്തിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമുക്ക് സ്ഥിതി ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ തോട്ട്സ്, വിചാരങ്ങള്, നമ്മളുടെ കർമ്മങ്ങള്, നമ്മളുടെ വാക്കുകളെല്ലാം സത്വഗുണത്തിലായിരിക്കും. അപ്പൊ ബ്രാഹ്മണിക്കൽ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പശുക്കളെയും നന്നായിട്ട് പരിപാലിക്കണം. അവരുടെ ആ പാലിൽ നിന്നും മറ്റു ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ there is a miracle in milk, for it contains all the necessary vitamins to sustain human physiological conditions for higher achievements. അപ്പോൾ പാലിൻ്റെ ആ മിറാക്കിൾ ഡ്രിങ്ക് ആണ് പറയുന്നത് മിൽക്ക്. അതിൽ എല്ലാ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ബ്രെയിൻ മെംബ്രെയിൻസ് ഒക്കെ അതിന് നല്ല രീതിയിൽ ഒരു പുരോഗതി വരണമെന്നുണ്ടെങ്കിൽ ഈ പാല് കുടിച്ചാൽ മതി എന്ന് പ്രഭാത പറയുന്നുണ്ട്. നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ആവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കാലത്ത് കിട്ടുന്ന പാലുകളും അഡൾട്രേഷൻ കാരണം, പശുക്കളെ ശരിക്കും ട്രീറ്റ് ചെയ്യാത്ത കാരണം അതിൻ്റെ ഗുണനിലവാരം കുറഞ്ഞിട്ടുണ്ടാവും. അഹിംസ മിൽക്കല്ല നമുക്കിപ്പോൾ കിട്ടുന്നത്, ഹിംസ മിൽക്കാണ്. പശുക്കളെ ശരിക്കും ട്രീറ്റ് ചെയ്യുന്നില്ല, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണവും ശരിക്കുള്ളതല്ല, അവരെ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ തരുന്ന ആ പ്രൊഡക്റ്റ് മിൽക്കും അതേപോലെ അതിൻ്റെ നിലവാരം താഴ്ന്നിരിക്കുന്നു എന്നാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബ്രാഹ്മണിക്കൽ കൾച്ചർ can advance only when man is educated to develop the quality of goodness, and for this there is a prime necessity of food prepared with milk, fruits and grains. ഇന്നത്തെ കാലത്ത് എല്ലാം ബിസിനസ്സാണ്, കച്ചവടമാണ്, പൈസ ഉണ്ടാക്കണം മാത്രമേ ഉള്ളൂ. ആർക്ക് എന്ത് ചെയ്തിട്ടും എങ്ങനെയെങ്കിലും പറയുന്നില്ലേ, ഒരാളെ കൊന്നിട്ടായാലും കുഴപ്പമില്ല, എനിക്ക് പൈസ ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ല അവർ. അതുകൊണ്ട് പശുക്കളെയും ആരും എല്ലാം സ്ലോട്ടർ ഹൗസിലേക്ക് പറഞ്ഞേക്കാണ്. പശു പാല് കറക്കൽ നിർത്തിയാൽ, പാല് തരുന്ന് നിർത്തിയാൽ അവരെവിടേക്ക് പറഞ്ഞേക്കുന്നു? സ്ലോട്ടർ ഹൗസിലേക്ക്. എല്ലാം ബിസിനസ്സാണ്, എല്ലാം ഇൻഡസ്ട്രിയാണ്, എല്ലാം മെക്കാനിക്കലായി. ഇപ്പോൾ സത്വഗുണത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല, എല്ലാം രജോ ഗുണത്തിലും തമോ ഗുണത്തിലും നടക്കുന്ന, കലികാലത്ത് നടക്കുന്ന കാര്യങ്ങളല്ല, അതിൽ കൂടുതൽ തമോ ഗുണത്തിലാണ്. അതുകൊണ്ട് പശുക്കളെ സംരക്ഷിക്കുന്ന പകരം പ്രഭാതര ലാംഗ്വേജിൽ വി ആർ സെൻഡിങ് ദം ടു സ്ലോട്ടർ ഹൗസസ്. അത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള കൃത്യം വേറെ ഒന്നുമില്ല. പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് കാറ്റഗറിക്കലി പ്രഭാത പല പർപ്പട്ടിലും പറയുന്നുണ്ട്. ഹ്യൂമൻ സിവിലൈസേഷൻ്റെ നാശം സംഭവിക്കുന്നത് കൗ കില്ലിങ്, ഗോഹത്യ. ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റീസൺ. നമ്മളുടെ നാശം, ഹ്യൂമൻ സിവിലൈസേഷന് നാശം സംഭവിക്കുന്നത് ഈ കൗസിനെ, പശുക്കളെ നമ്മൾ സംരക്ഷിക്കുന്നില്ല, അവരെ സ്ലോട്ടർ ഹൗസിലേക്ക് പറഞ്ഞേക്കുന്നു. So Maharaja Parikshit was astonished to see that a black Shudra, dressed like a ruler, was mistreating a cow and most important animal in human society. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് നമ്മളുടെ ഹ്യൂമൻ സൊസൈറ്റിയിലേക്ക്. നമുക്ക് എല്ലാവിധത്തിലും പശുവിൻ്റെ ഒരു പ്രൊഡക്റ്റും നമ്മൾ വേസ്റ്റാക്കുന്നില്ല അല്ലേ? എല്ലാ പ്രൊഡക്റ്റും, അതിൻ്റെ കൗ മിൽക്ക് ആയിക്കോട്ടെ, കൗ യൂറിൻ ആയിക്കോട്ടെ, കൗ ഡങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഘി ആയിക്കോട്ടെ, തൈരായിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഒന്നും നമ്മുടെ ഈവൻ അതിൻ്റെ ഡങ്, കൗ ഡങ്, അത് ആൻറ്റിസെപ്റ്റിക് ആണ്. നമ്മൾ മുമ്പത്തെ കാലത്തും ഇന്നത്തെ കാലത്തും പല വീട്ടുകളിലും ചാണകം കൊണ്ട് മെഴുകാറുണ്ട് നമ്മുടെ മുറ്റം അല്ലേ? ആൻറ്റിസെപ്റ്റിക് ആണ്. ഈ കീടങ്ങളും അതേപോലെ മറ്റുള്ള ഇൻസെക്ട്സ് ഒന്നും വരില്ല. അപ്പം അതുകൊണ്ട് പശുവിനെയും പശുവിൻ്റെ പ്രൊഡക്ട്സിനെയും നമ്മൾ അത്രയും കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇന്ന് വെറും ബിസിനസ് മാത്രമാണ്. അപ്പോൾ പശുവിന് അതുകൊണ്ട് എസ്പെഷ്യലി സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. The age of Kali means mismanagement and quarrel, and the root cause of all mismanagement and quarrel is that worthless men with the modes of lower class men who have no higher ambition in life come to the helm of the state management. അതായത് ഇന്നത്തെ പ്രഭാത പർപ്പട്ട് പറയുന്നത്, ഇന്നത്തെ കാലത്ത് പദവിയിലിരിക്കുന്ന ഭരണ
ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, ഭരണാധികാരികളെ എന്താണ്, വർത്ത് മെൻ വിത്ത് ദ മോഡ്സ് ഓഫ് ലോവർ ക്ലാസ് മെൻ. ഏത് ഏറ്റവും ലോവർ മോഡലുള്ള ആൾക്കാരാണ്, ഇഗ്നോറൻസ്, തമോ ഗുണത്തിലെ ആൾക്കാരാണ് പദവിയിലിരിക്കുന്നത്, ഭരണാധികാരികൾ. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? അപ്പോൾ കലികാലത്തിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കോറൽ ആൻഡ് മിസ്മാനേജ്മെന്റ്. കോറൽ ആൻഡ് ഹിപ്പോക്രസി, കലഹം, കാപട്യം. അതുകൊണ്ട് തന്നെ നമ്മളെ ഭരിക്കുന്ന ആൾക്കാരും വളരെ താഴ്ന്ന നിലവാരം പുലർത്തുന്ന ശൂദ്രന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. അപ്പൊ അവരുടെ കയ്യിൽ നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ശൂദ്രന്മാരുടെ അടിയിലാണ് ബ്രാഹ്മണന്മാർ ഇപ്പൊ ജോലി ചെയ്യുന്നത്. ശൂദ്രന്മാരാണ് തലപ്പത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ കീഴിലാണ് ബ്രാഹ്മണന്മാർ ജോലി ചെയ്യുന്നത്. എന്താ ചെയ്യുക? പണ്ടത്തെ കാലത്ത്, രാജഭരണകാലത്ത് രാജാവാണ് രാജ്യം ഭരിക്കുന്നതിലൂടെയും ബ്രാഹ്മണന്മാരെ അഡ്വൈസറി ക്ലാസ്. ഇന്ന് ബ്രാഹ്മണന്മാര് ശൂദ്രരുടെ അധീനത്തിലാണ്, ക്ഷത്രിയന്മാരുടെ അധീനത്തിലല്ല എങ്കിലും കൂടി ഭരണം അവരാണ് ഭരിക്കുന്നത് കൂടി, ഉപദേശകർ അവരാണ്, ബ്രാഹ്മണ. ഇന്ന് അവർ ശൂദ്രന്മാരുടെ അടിയിലാന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മിസ്മാനേജ്മെന്റും മിസ് ട്രീറ്റ്മെന്റും കലഹവും കാപട്യവും നിറഞ്ഞിരിക്കുന്ന ഈ കലിയുഗം. who have no higher ambition in life come to the helm of state management. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് എത്ര പ്രതീക്ഷിക്കാൻ പറ്റൂ? such men at the post of a king are sure to first herd the cow and the Brahminical culture. നമുക്കറിയാം വേണൻ അല്ലേ? വേണൻ എന്താണ് ചെയ്തത്? ആദ്യം തന്നെ ഗോഹത്യ, ബ്രാഹ്മണിക്കൽ കൾച്ചർ, സന്യാസി വര്യന്മാരെ ഇവരെല്ലാം നശിപ്പിക്കുക ചെയ്ത്, യജ്ഞങ്ങളെ. അപ്പൊ അങ്ങനത്തെ രാജാക്കന്മാർ വന്നാൽ അതന്നെ സംഭവിക്കുള്ളൂ. അപ്പൊ അതേപോലെ മിനി വേണാസാണ് ഇപ്പൊ നമ്മുടെ സമുദായത്തില്. വേണൻ ഭയങ്കര ഒരു ക്രൂരനായിട്ടുള്ള അതായത് ബ്രാഹ്മണിക്കൽ കൾച്ചറും കൗ പ്രൊട്ടക്ഷനും അതേപോലെ സാക്രിഫൈസും എല്ലാം നിർത്തിവെച്ച ആൾക്കാർ. ഇന്നും അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മുടെ സാക്രിഫൈസിനും നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ സനാതനം, അതൊന്നും ചെയ്യാൻ സമ്മതം തരാത്ത, അതിന് വിപരീതമായി നിൽക്കുന്ന, അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ ഭരണാധികാരികൾ. നമുക്കൊരു യജ്ഞം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആത്മീയ തലത്തിൽ കാര്യങ്ങൾ ചെയ്യാനോ അതിനുള്ള സ്വാതന്ത്ര്യം കൂടിയും ഇന്നത്തെ ഭരണാധികാരികൾ നമുക്ക് തരുന്നില്ല. അപ്പൊ അതാണ് മിസ്മാനേജ്മെന്റ്. Such men at the post of a king are sure to first herd the cow and the Brahminical culture, thereby pushing all society towards hell. അപ്പൊ അവര് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? നരകത്തില്. Maharaja Parikshit, trained as he was, got the scent of this root cause of all quarrel in the world. Thus he wanted to stop it in the very beginning. അപ്പോ മുളയിലെ നുള്ളെന്ന് പറയുന്നില്ലേ? അപ്പൊ മഹാരാജ പരീക്ഷിത് മനസ്സിലായി, അതായത് കലിപുരുഷൻ അത് എൻട്രി ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ അതിനെ എങ്ങനെയും തടയണം എന്ന് മഹാരാജ പരീക്ഷിന് തോന്നി. മഹാരാജ പരീക്ഷിത് അത്രയും നല്ലൊരു രാജാവായിരുന്നു, രാജഋഷിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് കലിപുരുഷന് എൻട്രി ഇല്ല. പരീക്ഷിത് മഹാരാജ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ്വാപരയുഗ ബിഗിനിങ് ഓഫ് കലിയുഗയാണ്. പക്ഷേ പരീക്ഷിത് മഹാരാജാവിന് എത്രത്തോളം അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? കലികാലം ആൾറെഡി വന്നു കഴിഞ്ഞു. കലികാലത്ത് കലിയുടെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ലേ? ഇപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ ശേഷം ഒരു നല്ലൊരു രാജാവ്, അതേപോലെ യുധിഷ്ഠിര മഹാരാജാവ്, പരീക്ഷിത് മഹാരാജാവിനുള്ള രാജഭരണം ഉണ്ടായിട്ടില്ല. കലിയുഗം വന്നു കഴിഞ്ഞു. പിന്നെ അവിടെ ഈ 4 വൈസസ്, 4 വൈസസ്. എന്താണ് 4 വൈസസ്? മീറ്റ് ഈറ്റിംഗ്, ഇൻടോക്സിക്കേഷൻ, ഗാംബ്ലിംഗ് ആൻഡ് ഇല്ലിസിറ്റ് സെക്സ്. ഇത് കടന്നുകൂടി. നിവൃത്തിയില്ല. മഹാരാജ പരീക്ഷിതിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കലിയുഗമാണ്. കലിയുഗത്തിൽ നടന്നേ പറ്റൂ. സംഭവിക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്തു. കലി പുരുഷൻ മഹാരാജാവിന് ശരണം പ്രാപിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക്, ഒരു രാജാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ ജീവിക്കണം, കലിപുരുഷനും. അപ്പൊ അദ്ദേഹത്തിന് ചില സ്ഥലങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തു, അവിടെ പോയിക്കോളൂ. കാരണം എന്തുകൊണ്ടാണ് അത്രയും നല്ലൊരു
അദ്ദേഹം ഇങ്ങനത്തെ സ്ഥലം കൊടുക്കുക. കാരണം ആ സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടന്നിരുന്നില്ല. ഈ 4 നിയമങ്ങളും ആരും ബ്രേക്ക് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് നല്ല ഉറപ്പോടു കൂടി അവിടെ പൊക്കോടാൻ പറഞ്ഞത്. എവിടെ ഈ 4 നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. രാജാവ് പരീക്ഷത്തിന്റെ സമയത്ത് നടന്നിരുന്നില്ല. പക്ഷേ രാജാ പരീക്ഷത്തിന് ഭരണശേഷം സ്ലോലി ഗ്രാജുവലി എല്ലാം ഡിറ്റീരിയറേറ്റ് ആയി. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നു. പിന്നെ കലിപുരുഷൻ സന്തോഷത്തോടുകൂടി അവിടെ ജീവിക്കാൻ തുടങ്ങി. തടിച്ച് വരാണ്, ദിനം പ്രതി തടിച്ച് വരാണ് കലിപുരുഷൻ കലികാലത്തില്, അല്ലേ? സോ ടെക്സ്റ്റ് 5. ശൗനക ഉവാച കസ്യ ഹേതുർനിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപാ നൃദേവാ ഛിന്നധൃക് ശൂദ്ര കോസൗഗാം യാ പദാഹനാത് കഥ്യതാം മഹാഭാഗ യദി കൃഷ്ണ കഥാശ്രയം. ശൗനക ഉവാച കസ്യ ഹേതുർനിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപാ നൃദേവാ ഛിന്നധൃക് ശൂദ്ര കോസൗഗാം യ പദാഹനാത് കഥ്യതാം മഹാഭാഗ യദി കൃഷ്ണ കഥാശ്രയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൗനക ഉവാച കസ്യ ഹേതോർനിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപാ നൃദേവ ഛിന്നധൃക് ശൂദ്ര കോസൗഗാം യ പദാഹനത് തത്കഥ്യതാം മഹാഭാഗ യദി കൃഷ്ണ കഥാശ്രയം. വർത്തനം ഭാവാർത്ഥം വൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശൗനക ഋഷി ഇപ്രകാരം ആരാഞ്ഞു: ശൂദ്രനേക്കാൾ താഴ്ന്നവനും രാജാവിനെ പോലെ കപടവേഷം ധരിച്ചവനും പശുവിനെ കാലിൽ പ്രഹരിച്ചവനുമായ അവനെ എന്തുകൊണ്ടാണ് മഹാരാജാവ് പരീക്ഷിത്ത് ശിക്ഷിക്കുക മാത്രം ചെയ്തത്? അവയെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ദയവായി വിവരിച്ചാലും. ഹരേ കൃഷ്ണ. Report. Shaunaka Rishi inquired, why did Maharaja Parikshit simply punish him, since he was the lowest of the Sudras, having dressed as a king and having struck a cow on the leg? Please describe all these incidents if they relate to the topics of Lord Krishna. But Shaunaka Rishi, അതായത് ഋഷിമാര്യന്മാരുടെ ഹെഡായിട്ടുള്ള ശൗനക ഋഷി സൂത ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മഹാരാജ പരീക്ഷത്ത് ഈ കലിപുരുഷനെ വെറും ശിക്ഷിക്കുക മാത്രം ചെയ്ത് എന്തുകൊണ്ട് വധിച്ചില്ല? അതല്ലേ വേണ്ടത്. എന്തിനാണ് ശിക്ഷിച്ചു വിട്ടത്? പിന്നെ പറയുന്നത്, പ്ലീസ് ഡിസ്ക്രൈബ് ഓൾ ദീസ് ഇൻസിഡൻസ് ഇഫ് ദേ റിലേറ്റ് ടു ദ ടോപ്പിക്സ് ഓഫ് കൃഷ്ണ. ഇതും കൂടി കൂട്ടിച്ചേർത്തു. ഈ സംഭവങ്ങളെല്ലാം ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അതിനെ വിവരിക്കാൻ. അതായത് വളരെ ക്ലിയർ ആണ്, ഭഗവാൻ കൃഷ്ണന്റെ ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളും അവർക്ക് കേൾക്കണ്ട എന്നർത്ഥം. ഇത് ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല. പ്ലീസ് ഡിസ്ക്രൈബ് ഓൾ ദീസ് ഇഫ് ദേ റിലേറ്റ് ടു ടോപ്പിക്സ് ഓഫ് ലോർഡ് കൃഷ്ണ. അപ്പോൾ ഭക്തന്മാർക്ക് എന്താണ് കൃഷ്ണ കഥ കേൾക്കണ്ടു, അല്ലാണ്ട് എന്താണ് ഇവിടുത്തെ ഭൗതികമായിട്ടുള്ള ഒരു കഥകൾക്കും അവർക്ക് പ്രജൽപ്പത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല. പ്രജൽപ്പ ഗോസിപ്പിൽ താല്പര്യമില്ല എന്നർത്ഥം. Shaunaka and the rishis were astonished to hear that the pious Maharaja Parikshit simply punished the culprit and did not kill him. എന്തുകൊണ്ട് വധിച്ചില്ല? അവർക്ക് അത്ഭുതപ്പെട്ടു. അത് അങ്ങനത്തെ ഒരാളെ എന്താണ് ചെയ്യേണ്ടത്? വധിക്കല്ല വേണ്ടത്, എന്തിന് സ്പെയർ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. This suggests that a pious king like Maharaja Parikshit should have at once killed an offender who wanted to cheat the public by dressing like a king and at the same time daring to insult the poorest of the animals, a cow. The rishis in those days, however, could not even imagine that in the advanced days of the age of Kali, the lowest of the Sudras will be elected as administrators and will open organized slaughterhouses for killing cows. അന്നത്തെ ഋഷിമാർക്ക് ഈവൻ ഒരു വൈൽഡസ്റ്റ് ഡ്രീമിനും കൂടി അവർക്ക് ഇത് വരുന്നില്ല. അതായത് കലിയുഗത്തിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുള്ളൂ. അതായത് ശൂദ്രന്മാരായിട്ടുള്ള ലോവസ്റ്റ് ഓഫ് ദ ശൂദ്രന്മാര് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണാധികാരികളും ആവും. അത് മാത്രമല്ല ഓർഗനൈസ്ഡ് സ്ലോട്ടർ ഹൗസസ് ഫോർ കില്ലിംഗ് കൗസ്. ഓർഗനൈസ്ഡ് ആണ്. ഇതിനു വേണ്ടിയിട്ട് മെഷീനറി ഉണ്ടാക്കിയിരിക്കുകയാണ്.
സ്ലോട്ടർ ഹൗസസ് വലിയ വലിയ ഫാക്ടറീസ് ഉണ്ടായിരിക്കണം. ലൈനായിട്ട് ആയിരം കണക്കില് പശുക്കളെയാണ് അവർ കൊന്ന് തള്ളുന്നത് ഒരു ദിവസം. ഈവൻ ദേ കുഡ് നോട്ട് ഈവൻ ഇമാജിൻ ഇൻ ദർ വൈൽഡസ്റ്റ് ഡ്രീം. So anyway, although hearing about a Shudraka who was a cheat and insulter of a cow was not very interesting to the great rishis, they nevertheless wanted to hear about it to see if the event had any connection with Lord Krishna. എന്തായാലും അവർക്ക് ഇത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് കൃഷ്ണ ഭഗവാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ. They were simply interested in the topics of Lord Krishna. For anything that is doubted with the narration of Krishna is worth hearing. അപ്പോൾ എന്തും കൃഷ്ണനും കൃഷ്ണന്റെ ഭക്തന്മാരും അവർ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും വളരെ താല്പര്യമാണ് കേൾക്കാൻ. There are many topics in the Bhagavatam about sociology, politics, economics, cultural affairs, etc. But all of them are in relation with Krishna, and therefore all of them are worth hearing. Krishna is the purifying ingredient in all matters, regardless of what they are. In the mundane world, everything is impure due to its being the product of the three mundane qualities. The purifying agent, however, is Krishna. ഇന്നത്തെ കാലത്ത് എന്താണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഇംപ്യൂർ ആണ്. എവറിഥിങ് ഈസ് ഇംപ്യൂർ ഡ്യൂ ടു ഇറ്റ്സ് ബീങ് പ്രൊഡക്റ്റ് ഓഫ് 3 ഗുണത്തിന്റെ അധീനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇംപ്യൂർ ആണ്. പ്യൂർ ആയിട്ടുള്ളത് ആരാണ്? ഭഗവാൻ മാത്രം. ദ പ്യൂരിഫൈങ് ഏജന്റ് ഈസ് ഓൺലി കൃഷ്ണ ആൻഡ് ഈസ് പ്യൂർ ഡിവോട്ടീസ്. അപ്പോൾ പല ടോപ്പിക്സും ഉണ്ട്. മെനി ടോപ്പിക്സ് ഇൻ ദ ഭാഗവതം. ഭാഗവതത്തിലെ ടോപ്പിക്സ് സോഷ്യോളജി ആയാലും ശരി, പൊളിറ്റിക്സ് ആയാലും ശരി, എക്കണോമിക്സ് ആയാലും ശരി, കൾച്ചർ അഫയേഴ്സ് ആയാലും എല്ലാം ഇൻ റിലേഷൻ വിത്ത് കൃഷ്ണ ആണ്. അതുകൊണ്ട് ഇറ്റ്സ് വർത്ത് ഹിയറിങ്. പക്ഷേ ഇതിനെല്ലാം നമ്മൾ ഭൗതികവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഭാഗവത്തിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മൾ അതിനെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈവൻ സോഷ്യോളജി ആയാലും ശരി, പൊളിറ്റിക്സ് ആയാലും എക്കണോമിക്സ് ആയാലും എല്ലാം സ്വന്തം തൃപ്തിക്ക് വേണ്ടിയിട്ട്, സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട്, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ അവർ ഉപയോഗിക്കുകയാണ്, ഈ പൊളിറ്റിക്സും സോഷ്യോളജിയും എക്കണോമിക്സും ഒക്കെ. അപ്പോൾ അത് ആർക്കും താല്പര്യമില്ല, അതെല്ലാം ഭൗതികമായി. നേരെ മറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞ പ്രകാരം ഇതിലേക്ക് വീക്ഷിക്കുകയാണെങ്കിൽ സോഷ്യോളജി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, കൾച്ചർ അഫയേഴ്സ് ഇതിനെല്ലാം വീക്ഷിച്ച് അതുപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അതുപ്രകാരം നമ്മൾ രാജ്യഭരണം ചെയ്യുകയാണെങ്കിൽ ഇസ് എവറിത്തിങ് ഓൺ ദ റൈറ്റ് പാത്ത്. അല്ലാത്ത പക്ഷം എന്താണ്, അത് വെറും ഒരു ഡിസ്റ്റർബൻസ് ഇൻ ദ സൊസൈറ്റി മാത്രമായിരിക്കും. ഇവിടെ പറയുന്നത് പ്യൂരിഫൈങ് ഏജന്റ് ഈസ് കൃഷ്ണ. മറ്റതെല്ലാം 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. ഏതൊരു ആക്ടിവിറ്റി 3 ഗുണത്തിന്റെ അധീനത്തിലാണെങ്കിൽ അത് ആർക്കും, എസ്പെഷ്യലി ഭക്തന്മാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ്. അത് പ്രജൽപ, അത് സ്വന്തം ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 6 അടുത്ത ക്ലാസ്സിൽ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे हरि हरि बोल. हरे कृष्ण.